എന്നെ ചതിച്ച് ഇവിടെ അവനെ ചതിക്കുന്നത് നല്ല നല്ല ഉറപ്പുള്ളതുകൊണ്ടാ. ഇനി അതല്ല, ചതി അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ ഇവിടെ സംരക്ഷിക്കാം. രക്ഷപ്പെടുന്നത് ഇവളുടെ വയറ്റിൽ കിടക്കുന്ന പിശാചിന്റെ സന്തതി കൂടിയല്ലേ. അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് മാത്രം സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കൊല്ലണം, എനിക്കിതാ ഇതിനെ കൊല്ലണം. അല്ലെങ്കിൽ സപ്തനദികളുടെ പുണ്യതീർത്ഥത്തിനും കാരക്കുടി കൃഷ്ണയ്യർ മകൻ ശ്രീനിവാസനെ മോക്ഷിതനാക്കാൻ കഴിയില്ല. ഹലോ, ആ അതെ, എന്താ എന്താ പറഞ്ഞേ? എന്റെ അമ്മ മോളെ, അയ്യോ അയ്യോ അമ്മേ, മോളെ ഓടി വാ. അയ്യോ മുത്തശ്ശി, അമ്മേ മുത്തശ്ശി, അയ്യോ അമ്മേ മുത്തശ്ശി, അമ്മേ അയ്യോ മുത്തശ്ശി, എനിക്ക് ചേച്ചി പോയി ഇത്തിരി വെള്ളം എടുക്കുന്നോ? ഇപ്പൊ വരാം മുത്തശ്ശി. മുത്തശ്ശി എനിക്ക്, മുത്തശ്ശി 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 എനിക്ക്. അയ്യോ മുത്തശ്ശി, മുത്തശ്ശി എന്താ പറ്റിയേ? അയ്യോ മുത്തശ്ശി, അമ്മേ ഇങ്ങോട്ട് തരുന്നേ. മുത്തശ്ശി എന്ത് പറ്റി? അമ്മേ മുത്തശ്ശി, ആദി 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 ആദി, അയ്യോ മുത്തശ്ശി, ആദിക്ക് എന്ത് പറ്റി? ആദിക്ക് എന്താ പറ്റിയേ? അയ്യോ അമ്മേ, എന്താ അമ്മേ? ആദിക്ക് എന്ത് പറ്റി മുത്തശ്ശി? ആദിക്ക് ആദിക്കുട്ടി എന്ത് പറ്റിയമ്മേ? എന്താ? അയ്യോ അമ്മേ, ആദിക്കുട്ടി. ആ മാമി പറ. എന്റെ മോനെ ആദിക്കുട്ട, 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 ആദി മോനെ, ആദി ആദിക്കുട്ട, എന്താ പറ്റിയ? സമാധാനപ്പെടും ആദിക്കുട്ട, എന്താ പറ്റിയ? എനിക്കൊന്നുമില്ല മുത്തശ്ശി, ബൈക്ക് ചെറുതായിട്ടൊന്ന് പോസ്റ്റ് തട്ടി, അത്രേ ഉള്ളൂ. അതെ അമ്മേ, ഇവിടെ കിടന്നിങ്ങനെ ചുമ്മാ ബഹളം ഉണ്ടാക്കരുത്. ഇതൊരു ആശുപത്രിയല്ലേ, അപ്പുറം ഇപ്പുറമൊക്കെ പേഷ്യൻസ് ഉള്ളതാ, അവർക്ക് ഡിസ്റ്റർബൻസ് ആവരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു ചെറിയ മുറിവ്, തലയുടെ പിൻഭാഗത്ത് 2 സ്റ്റിച്ചുണ്ട്, പിന്നെ ഷോൾഡറിൽ ചെറിയൊരു സ്പ്രെയിൻ ഉണ്ട്. ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോവാന്നുള്ളതേ ഉള്ളൂ. അത് പറ്റില്ല ഡോക്ടറെ, ഞാൻ സമ്മതിക്കില്ല. ഇന്ന് എന്തായാലും ഡിസ്ചാർജ് വേണ്ട, എല്ലാ ടെസ്റ്റുകളും വിശദമായിട്ട് നടത്തണം. അകത്തെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അതിന്റെ സിംറ്റംസ് ഒക്കെ പുറത്തു വരാനുള്ള സമയമായി. അതെ, ഇപ്പൊ തന്നെ ഡിസ്ചാർജ് വാങ്ങിപ്പോ. നാളെ പിന്നെ ഡൽഹിക്ക് പോകാനുള്ളതാ. ഡോക്ടറെ, യാത്ര ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? മുറിവിലെ ഡസ്റ്റ് ഒന്നും കയറാതെ നോക്കിയാൽ മതി. അല്ല, ഫ്ലൈറ്റിലാ പോകുന്നേ. അപ്പൊ പിന്നെ ഒട്ടും മേടിക്കേണ്ട കാര്യമില്ല. 2-2.5 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നാൽ ഈ സമയത്തൊരു യാത്ര വേണ്ട. ഈ
ഈ അവസ്ഥയിൽ ഇവനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ. ദയവ് ചെയ്ത് ഡോക്ടർ ഇവന്റെ എല്ലാ ടെസ്റ്റുകളും നടത്തണം. ഒന്ന് ആടി ഒലഞ്ഞ് വീണതല്ലേ, എന്തൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ആ സിസ്റ്ററെ, ഈ ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ പറയും. ഒരു തരത്തിലും മുത്തശ്ശി സമ്മതിക്കില്ലല്ലേ? എന്റെ പൊന്നു മോനെ, അതുകൊണ്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? കുഴപ്പമില്ല മുത്തശ്ശി. മോനെ, ആ ഹലോ സർ. എന്താടോ, എന്റെ കുട്ടിയെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ? ഇല്ല സർ, ഞാനിപ്പോൾ ഒരു അർജന്റ് കേസുമായി ഹോസ്പിറ്റലിൽ ഇരിക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? താൻ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ കാര്യം? എന്റെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് താൻ എനിക്ക് തരണം. ഒരച്ഛന്റെ അപേക്ഷയാ, കൈയൊഴിയരുത്. എനിക്ക് സാറിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ കഴിയുന്നൊക്കെ ഞാൻ ചെയ്യാം. എനിക്ക് തന്നെ വിശ്വാസമോടോ. ശുഭവാർത്തയുമായി തന്റെ ഒരു ഫോൺ കോൾ വരുന്നത് കാത്ത് ഞാനും എന്റെ ഭാര്യയും ഇവിടെ കാശിയിലുണ്ടാവും. കാശി പുണ്യപാപങ്ങളുടെ മണികർണികകളിൽ പാതി വെന്തതും വേവാത്തതുമായ ശവങ്ങളുടെ മനോഹരമായ ഉദ്യാനം. അതിലൂടെയുള്ള യാത്രയിലാണ് ഞാനും നീയും ഇപ്പോ. യാത്രയുടെ ഒടുക്കം മോക്ഷം. അതിനു മുമ്പ് ഞാൻ അവനെ കാണും. ആദിത്യനെ. ഞാൻ അവനോട് പറയും, സ്വന്തം ജീവിതം വെച്ചുള്ള അവന്റെ ഈ മണ്ടൻ കളി അവസാനിപ്പിക്കാൻ. ഇവിടെ മുറക്ക. അവൻ അതിന് തയ്യാറായില്ലെങ്കിലോ? കൊന്നുകളയും ഞാൻ അവനെ.